നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള പ്രകോപനം തുടരുകയും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉടനീളം കടുത്ത ജാഗ്രത തുടരുന്നു. ഇന്നലെ രാത്രി ഇന്ത്യയിലെ ജമ്മു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഒന്നുപോലും നിലം തൊടാതെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ വെടിവെച്ചിടുകയായിരുന്നു. തുടർന്ന് മിനിറ്റുകൾക്കകം ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ സൈനിക വിഭാഗങ്ങൾ സജ്ജമായിരിക്കുമ്പോൾ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തിക്കടുത്തുള്ള പല ജില്ലകളിലെയും സംസ്ഥാന പോലീസ് സേനകളിലെ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കിയിരിക്കുകയാണ്. ദില്ലിയിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും അവധി റദ്ദാക്കി ജോലികളിൽ പ്രവേശിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. SSLC പരീക്ഷാഫല പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. PRD ചേംബറിൽ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫലം പ്രഖ്യാപിക്കുക. ശേഷം വിവിധ വെബ്സൈറ്റുകളിൽ ഫലം അറിയാം. വിദ്യാർത്ഥികൾക്ക് റോൾ നമ്പറും ജനന തീയതിയും നൽകി ഫലം പരിശോധിക്കാം. ഡിജി ലോക്കർ വഴിയും SMC വഴിയും ഫലം അറിയാനുള്ള സൗകര്യമുണ്ടാകും. 4,27,021 വിദ്യാർത്ഥികളാണ് ഈ വർഷം 10ാം തരം പരീക്ഷ എഴുതിയിട്ടുള്ളത്. MDMA കടത്ത് കേസിൽ സൗത്ത് തൃത്താല സ്വദേശി ജാഫർ സാദിഖ് ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഇത് 2ാം തവണയാണ് ജാഫർ സാദിഖ് MDMA കടത്ത് കേസിൽ പിടിയിലാകുന്നത്. മാരക മയക്കുമരുന്നായ MDMA കടത്തിയ കേസിൽ സൗത്ത് തൃത്താല സ്വദേശി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മുഖ്യ സൂത്രധാരൻ സൗത്ത് തൃത്താല മാടപ്പാട്ട് പട്ടിക്കര വളപ്പിൽ MP ജാഫർ സാദിഖ്, ഓങ്ങല്ലൂർ കല്ലടിപ്പറ്റ പാറമേൽ ഇല്യാസ്, ഓങ്ങല്ലൂർ മണ്ണയിൽ വീട്ടിൽ M ഫഹദ് അലവി എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പിൻവശത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇല്യാസും ഫഹദ് അലവിയും പിടിയിലായത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജാഫർ സാദിഖ് പിടിയിലായത്. 2023 നവംബർ 11-ന് 300 ഗ്രാം MDMAയുമായി തൃത്താലയിൽ പിടിയിലായ ജാഫർ സാദിഖ് ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. ഇതിനുശേഷവും ലഹരി ഇടപാട് തുടരുകയായിരുന്നു. ഒമാനിൽ നിന്നും ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് സംശയം. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളാണ് മൂവരുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ജാഫറിന്റെ നേതൃത്വത്തിൽ സമാന രീതിയിൽ വിദേശത്തു നിന്നും മയക്കുമരുന്നെത്തിച്ച് വിൽപ്പന നടത്തുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ഡിവൈഎസ്പിമാരായ അബ്ദുൾ മുനീർ, R മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് മയക്കുമരുന്നും കടത്തിയവരെയും പിടികൂടിയത്. തിരുവെങ്കിടി ചലപതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടന്നു. ക്ഷേത്രത്തിൽ വൈകിട്ട് പൂജകൾക്ക് ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അനന്തനാരായണൻ തിടമ്പേറ്റി. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ പ്രമാണത്തിൽ നടന്ന മേളത്തിന് അനീഷ് നമ്പീശൻ, ഗുരുവായൂർ സേതു, ഗുരുവായൂർ ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്ര താഴത്തേക്കാവ് പരിസരത്തു നിന്നും ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ അനുഷ്ഠാന നിറവോടെ വായ്ത്താരി അറിയിപ്പ് കഴിഞ്ഞ് പള്ളിവേട്ട നടന്നു. ഓട്ടപ്രദക്ഷിണവുമായി 7 തവണ ക്ഷേത്രം വലംവെച്ച് പള്ളിക്കുറുപ്പോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്ട് മുഖാന്തരം ഡോക്ടർമാരെ ഇന്റർവ്യൂ ചെയ്ത് തെരഞ്ഞെടുക്കുന്നു. MBBS ഡിഗ്രി TCMC ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ 14-ാം തീയതിക്ക് മുമ്പ് സർട്ടിഫിക്കറ്റ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04885 29 62 49 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചരമം. കോട്ടപ്പടി പരേതനായ തൂമാട്ട് വേലായുധൻ ഭാര്യ കാർത്തിയനി നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഗുരുവായൂർ നഗരസഭാ വാതക ശ്മശാനത്തിൽ നടക്കും. രജനി, രാജൻ, ഷീജ, ഷീബ എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയനൂർ തെങ്ങുങ്ങൽ പരേതനായ ഇട്ടിമാത്യുവിന്റെ മകൻ കൊച്ചുമോൻ നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. എരുമപ്പെട്ടി തിപ്പല്ലൂർ കിഴക്കുംകര വീട്ടിൽ ശിവശങ്കരൻ നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം 3 മണിക്ക് തറവാട്ടു വീട്ടിൽ നടക്കും. പാർവതി ഭാര്യയും രമ്യ, വിനു എന്നിവർ മക്കളുമാണ്. 2 ആഴ്ച മുമ്പ് ശിവശങ്കരന്റെ മാതാവ് മരിച്ചിരുന്നു. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.